പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ഒരു ബേബി ഡ്രസ്സാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി 1 മീറ്റർ ടിഷ്യൂ സിൽക്കിൻ്റെ മെറ്റീരിയലും 1 മീറ്റർ കോട്ടൺ ലൈനിങ്ങുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ ലൈനിങ് ആദ്യം കട്ട് ചെയ്യാം, അതിനുശേഷം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ടോപ്പ് പാർട്ടിൻ്റെ ലൈനിങ് ആയിട്ട്. അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്, 2ആയി മടക്കിയിട്ടുണ്ട് 2 പീസും. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഷോൾഡർ വരുന്നത് 10 ഇഞ്ചാണ്, അപ്പോൾ അതിൻ്റെ ഹാഫാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് ആം ഹോളും 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി അത് രണ്ടും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം ആദ്യം മാർക്ക് ചെയ്യുക, അത് 5.5. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് 7.5 മാർക്ക് ചെയ്തു. അതും കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചു. ഇനി ഇതിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ 10 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്, 1 ഇഞ്ച് സീം അലവൻസാണ്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് 21 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 5.25 വരും. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 7.25 മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു. ഇനി നമുക്ക് ഈ ആം ഹോൾ ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇതുപോലെ മുകളിൽ നിന്ന് താഴത്തോട്ടേക്ക് ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല, ഇത് ഷോൾഡർ സ്ട്രാപ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ മെയിൻ ക്ലോത്ത് 4ആയി മടക്കിയിട്ട് നമുക്ക് ഈ ലൈനിങ് അതിൻ്റെ മേലെ വെച്ചിട്ട് ടോപ്പ് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് 2 പീസ് മെയിൻ ക്ലോത്തും 2 പീസ് ലൈനിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ സ്ട്രാപ്പാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഷോൾഡർ സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.5 ഇഞ്ചും ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചുമാണ്. കണ്ടില്ലേ? ഈ ഷോൾഡർ സ്ട്രാപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്, 3/4 ഇഞ്ച് വിഡ്ത്തുള്ള എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതും രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതുപോലെ നമുക്ക് ഈ സ്ട്രിപ്പൊക്കെ തിരിച്ചിടാൻ പറ്റിയ ഒരു ടൂളാണ് കേട്ടോ ഇത് നല്ല യൂസ്ഫുള്ളാണ് ഈ ടൂള് വാങ്ങിയാൽ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 2 സ്ട്രിപ്പും ഞാൻ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പിൻ കുത്തിയിട്ട് ഈ എലാസ്റ്റിക് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇടാം. ഈ എൻഡിലെത്തുമ്പോൾ അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി, പിന്നെ അത് ഇളകിപ്പോവില്ല. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് അത് ഇപ്പുറത്തെ സൈഡിലോട്ടും വലിച്ചെടുക്കാം. എന്നിട്ട് ആ സൈഡിലും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എലാസ്റ്റിക് അവിടെ നന്നായിട്ട് നിന്നോളും. അതുപോലെ 2 സ്ട്രിപ്പ് ഞാൻ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ച ഈ പീസില്ലേ, അതിലിതാ ഇതുപോലെ മടക്കി വെച്ചിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും 1 ഇഞ്ച് ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം നമുക്ക് ഈ ആം ഹോള്. കാരണം ഇത് നെക്ക് ചെയ്യാണ്ട് ചെയ്യുന്നൊരു ഫ്രോക്കാണ്. അപ്പം കുറച്ചും കൂടി നമുക്കിത് ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ 2 സൈഡിലും 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക, 2 സൈഡിലും വെക്കുക. അത് നല്ല ക്ലോത്തിൻ്റെ നല്ല വശത്ത് വേണം ഇതുപോലെ വെക്കാൻ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ലൈനിങ്ങിൻ്റെ നല്ല വശം ചേരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം 4 സൈഡും. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴത്തെ ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്യേണ്ട.
അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെല്ലാം മാറ്റിയിട്ട് ഇതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നമുക്ക് അതിൻ്റെ ആ കോർണറെല്ലാം ഒന്ന് കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പീസും ഇതേപോലെ ആ സ്ട്രിപ്പിൽ അറ്റാച്ച് ചെയ്യണം. അപ്പം ബാക്ക് പീസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെക്കുക. ഈ സ്ട്രിപ്പിൻ്റെ അറ്റം നേരത്തെ വെച്ച പോലെ തന്നെ അരയിഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഈ സ്ട്രിപ്പിൻ്റെ അറ്റം ഇതുപോലെ വെക്കുക. അതിൻ്റെ മേലെ നല്ല ക്ലോത്തിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ 4 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും തിരിച്ചിടാം. അപ്പോൾ നമ്മൾ ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും റെഡിയായി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് ഇതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം 2 സൈഡിലും ഓരോ ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ 2 സൈഡിലും 2 ഇഞ്ച് വരുന്ന രീതിയിലായിരുന്നു സീം അലവൻസ് കൊടുത്തത്. അപ്പം ലൈനിങ് അറ്റാച്ച് ചെയ്യാനും പിന്നെ ലൂസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ചോളം 2 സൈഡിൽ നിന്നും എടുത്തിട്ടുണ്ട്. ബാക്കി 1 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക 2 സൈഡിലും. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ടോപ്പ് പാർട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഫ്രോക്കിന് ഫുൾ ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ചാണ്. അതിൽ ടോപ്പ് പാർട്ട് 9 ഇഞ്ച് നമ്മൾ ഓൾറെഡി റെഡിയാക്കി. താഴത്തെ പാർട്ട് ബാക്കി വരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ താഴെ ഞാൻ കസവിൻ്റെ ഒരു 3 ഇഞ്ചിൻ്റെ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ക്ലോത്ത് നമുക്ക് 9 ഇഞ്ചിൻ്റെ മതിയാവും വിഡ്ത്ത്. അപ്പോൾ ഞാൻ സീം അലവൻസും കൂടി ചേർത്തിട്ട് 10 ഇഞ്ചിൽ ആണ് വിഡ്ത്ത് വരുന്ന ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് നമ്മളുടെ ഈ ചെസ്റ്റ് റൗണ്ട് ഇല്ലേ, വേസ്റ്റ് റൗണ്ട് ഇല്ലേ, അതിൻ്റെ 3 ഇരട്ടി ക്ലോത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ല ലെങ്ത്തിൽ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴത്തെ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടിട്ട് അങ്ങ് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഓരോ ഫ്രിൽസ് ഇട്ടിട്ട് അവിടെ പിൻ ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇതുപോലെ ഫ്രിൽസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഞാൻ ഇതുപോലെ 3 ഇഞ്ച് വരുന്ന ഒരു കസവിൻ്റെ ഫ്രില്ലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ റെഡിയാക്കിയെടുത്ത ആ സ്കേർട്ട് പാർട്ടിൽ ഇതുപോലെ ഈ കസവിൻ്റെ ലേസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഈ കസവിൻ്റെ നല്ല വശവും അതുപോലെ നമ്മൾ റെഡിയാക്കിയെടുത്ത സ്കേർട്ടിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് അങ്ങോട്ട് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോട്ടം പാർട്ടും റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്ക് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നുണ്ടല്ലോ ഈ സ്കേർട്ട് പാർട്ടിൻ്റെ, അതിനേക്കാളും 1 ഇഞ്ച് അല്ലെങ്കിൽ 1-1.5 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി ലൈനിങ് ക്ലോത്ത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇതിൻ്റെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കേർട്ട് പാർട്ട് ചെയ്ത പോലെ തന്നെ ഇതിലും ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ അടുപ്പിച്ചടുപ്പിച്ച് ഫ്രിൽസ് ഇടണമെന്നില്ല, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഫ്രിൽസ് ഇട്ടെടുത്താലും മതി. ഇത് ഉള്ളിൽ വരുന്ന ലൈനിങ് ഭാഗമാണല്ലോ. അപ്പം ഇതിലതുപോലെ ഞാൻ ഫ്രിൽസ് ഇട്ടെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ ഈ വേസ്റ്റ് ലൈൻ ഇല്ലേ, അത് മെഷർ ചെയ്ത് നോക്കുക. അതും നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെയും അതുപോലെ മെയിൻ ക്ലോത്തിൻ്റെയും ഈ മെഷർമെൻറ്റ് കറക്റ്റാണോ നോക്കണം. അപ്പോഴേ നമ്മൾ യോജിപ്പിക്കുമ്പം കറക്റ്റായിട്ട് കിട്ടുള്ളൂ.
അത് നോക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഈ ലൈനിങ്ങിൻ്റെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, രണ്ട് സൈഡും. ഇപ്പോൾ ഞാൻ അത് രണ്ട് സൈഡും ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്, ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി യോജിപ്പിക്കണം. അതിനാദ്യം മെയിൻ ക്ലോത്ത് ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ അകത്തോട്ടേക്ക് വെച്ചിട്ട് രണ്ടിൻ്റെയും ഈ സൈഡുകൾ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ചുറ്റും ഒന്ന് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാനത് ലൈനിങ്ങും അതുപോലെ സ്കേർട്ട് പാർട്ടും കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പ് പാർട്ടും അതുപോലെ സ്കേർട്ട് പാർട്ടും കൂടി അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ടോപ്പ് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് സ്കേർട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ടോപ്പിൻ്റെയും സ്കേർട്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം നല്ല വശങ്ങൾ ഇതുപോലെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അരേഞ്ച് സീം അലവൻസ് ഒക്കെ വിട്ടിട്ടുണ്ട്, അത് കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്രോക്കിന് ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഫ്ലവർ ലേസ് ഉണ്ട്. അതിൽ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ട് അവിടെ അവിടെയായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒട്ടിച്ചെടുക്കുകയോ ചെയ്യാം. ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ അവിടെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രോക്ക് റെഡിയായി. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.